ഈ ഒരു നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ ഒബീസിറ്റി അഥവാ പൊണ്ണത്തടി എന്ന് പറയുന്നത് ഒരു പകർച്ചവ്യാധി പോലെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 2019-21 കാലഘട്ടത്തിലെ പഠനങ്ങളിൽ നിന്ന് 23% സ്ത്രീകൾക്കും 24% പുരുഷന്മാരിലും ഒബീസിറ്റി കണ്ടുവരുന്നുണ്ട്. നമ്മുടെ ശരിയല്ലാത്ത ഭക്ഷണ രീതി, അതുപോലെ തന്നെ ശരിയല്ലാത്ത നമ്മുടെ ലൈഫ് സ്റ്റൈല്, സ്വീറ്റ്, സ്നാക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, പ്രോസസ്ഡ് കാർബോഹൈഡ്രേറ്റ് ഫുഡ് എന്നിവയുടെയൊക്കെ അമിതമായിട്ടുള്ള ഉപയോഗമാണ് ഈ ഒരു ഒബീസിറ്റിയിലേക്ക് കാരണമാകുന്നത്. ഒരു വ്യക്തി ആ വ്യക്തിക്ക് എത്ര കിലോ കലോറി ഒരു ദിവസം ഫുഡ് ഇൻടേക്ക് വേണമോ അതിനേക്കാൾ കൂടുതൽ കലോറി ഇൻടേക്കാണ് ഡെയിലി ബേസിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഒരു വ്യക്തി ആരോഗ്യമായിട്ടിരിക്കാനായിട്ട് അവരുടെ ഐഡിയൽ വെയിറ്റില് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകണം. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് വരാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ എക്സസ് വെയിറ്റ് ആണെന്നാണ്. നെക്സ്റ്റ് BMI, നമ്മൾ എപ്പോഴും ഐഡിയൽ BMI മെയിൻറ്റെയിൻ ചെയ്യണം. ഒരു വ്യക്തി 19-ന്റെയും 23-ന്റെ ഇടയിലാണ് ഐഡിയൽ BMI ആവേണ്ടത്. 23-ന് മുകളിൽ എക്സസ് ആവും തോറും ധാരാളം ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരാൻ ചാൻസസ് കൂടുതലാണ്. ലേറ്റസ്റ്റ് ഹെൽത്ത് സ്റ്റഡീസ്, പുതിയ പഠനങ്ങൾ പറയുന്നത് വേസ്റ്റ് ലൈൻ ഈസ് ലൈഫ് ലൈൻ. നമ്മളുടെ പൊക്കിൾ ചുറ്റളവാണ് നമ്മളുടെ ആയുസ്സും ആരോഗ്യവും നിയന്ത്രിക്കുന്നത്. 80 സെന്റിമീറ്ററിന്റെ ഉള്ളിലെ പൊക്കിൾ ചുറ്റളവ് സ്ത്രീകൾക്കും 90 സെന്റിമീറ്ററിന്റെ ഉള്ളിലെ പൊക്കിൾ ചുറ്റളവ് പുരുഷന്മാർക്കും ആവശ്യമാണ്. ഐഡിയൽ വേസ്റ്റ് ലൈനുള്ള ആളുകൾ ഒബ്സർവ് ചെയ്ത് നോക്കിയാൽ കാണാം, അവരെപ്പോഴും നല്ല ആക്റ്റീവ് ആയിരിക്കും, അവർക്ക് ഡിസീസസ് കുറവായിരിക്കും. വേസ്റ്റ് ലൈൻ കൂടുന്നതിനനുസരിച്ച് അവർ ആക്റ്റീവ് അല്ലാതെ അവർക്ക് ഡിസീസസ് കൂടുതലായിട്ടും കാണപ്പെടും. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട പ്രൈം മിനിസ്റ്റർ മോദിജി അമിത വണ്ണത്തിന്, ഒബീസിറ്റിക്ക് എതിരെയായിട്ടുള്ള ഒരു പ്രചാരണം സ്റ്റാർട്ട് ചെയ്തത്. നമ്മളുടെ ഒരു ഹെൽത്തി ജനതയെ, ഒരു ഹെൽത്തി ഇന്ത്യയെ വാർത്തെടുക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു പ്രചാരണം ആരംഭിച്ചത്. ഇതിൽ കേരളീയരായ നമ്മൾ അഭിമാനിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട ലാലേട്ടനും അതിന്റെ ഒരു അംഗമാണ്. മോദിജിയുടെ ഈ ഒരു വലിയ വിഷന്റെ ഭാഗമാകാനായിട്ട് നമുക്കും സാധിക്കും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള വെൽനസ് സെന്ററിൽ പോയി നിങ്ങളുടെ ബോഡി പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്ത് അവിടുത്തെ വെൽനസ് കോച്ച് പറയുന്ന പോലെ നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്ത് നിങ്ങൾ ആരോഗ്യമായിട്ടിരിക്കുക. അതിനുശേഷം മറ്റുള്ളവരെ ആരോഗ്യവാനാക്കാനായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാം. ഒരു ജനതയുടെ മാറ്റം നിങ്ങളിലൂടെ ആയിരിക്കട്ടെ. താങ്ക് യു സോ മച്ച്.